ഹായ്, ഇന്ന് ഞാൻ ഒനിയൻ റിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ വേണം ഉള്ളി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അതിന് ഈ ഒരു വലുപ്പത്തിലുള്ള കട്ടിങ് മതിയാവും. അത് മാവിലൊക്കെ മുക്കി വരുമ്പോഴത്തേനും അത്യാവശ്യം കട്ടിയൊക്കെ വന്നോളും. ഞാനിവിടെ ചുവന്ന നിറത്തിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. യെല്ലോ ഒനിയനും വൈറ്റ് ഒനിയനും യൂസ് ചെയ്തിട്ടാണ് അധികവും ഈ ഒനിയൻ റിങ് ഉണ്ടാക്കാറ്. നമുക്ക് സാധാരണ ലഭിക്കുന്നത് ഈ ഉള്ളി, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തുണ്ടാക്കുന്നത്. ഇനി നമുക്കിത് ഇതിൻ്റെ വെള്ളമുള്ള ഭാഗം വെള്ളം ഒന്ന് ഒഴിവാക്കിയെടുക്കണം. വെള്ളമുള്ളപ്പോൾ ഇതിൽ മാവ് പിടിക്കത്തില്ല. അതിനു വേണ്ടി ഒരു ബൗളിൽ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഫോർക്ക് ഉപയോഗിച്ച് നമ്മൾ അതിലൊന്ന് ഇട്ട് തിരിച്ചു മറിച്ചിട്ട് എല്ലാ ഭാഗത്തും ഈ പൊടിയൊന്ന് ആക്കിയെടുത്താൽ മതിയാവും. ഇങ്ങനെ നമുക്ക് എല്ലാ റിങ്സും നമുക്ക് ചെയ്തെടുക്കാം. ആട്ടപ്പൊടിക്ക് പകരം അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് ചെയ്താലും മതിയാവും. ഇങ്ങനെ നമ്മൾ എല്ലാ ഉള്ളിയും ആട്ടപ്പൊടിയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമുള്ള പോർഷനൊക്കെ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് കൂട്ട് റെഡിയാക്കാം. നമ്മൾ മുക്കിയെടുത്ത ആട്ടപ്പൊടിയിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തത്. ഇനി നമുക്ക് ഇതിൽ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കണം. രണ്ട് സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിക്ക് പകരം ഗാർലിക് പൗഡർ ചേർത്താലും മതിയാവും. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഫോർക്ക് ഉപയോഗിച്ച് യോജിപ്പിക്കണം. ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അല്പം വെള്ളം ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കണം. കുറേശ്ശെയായി വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു കുഴമ്പ് രൂപത്തിലായി വരണം. ഇത് നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ യോജിപ്പിച്ചെടുക്കേണ്ടത്. ഇനി വെള്ളം പാരേണ്ട ആവശ്യമില്ല. ഇനി ഓരോ റിങ്സും നമുക്കിതിൽ മുക്കിയെടുക്കാം. കൈകൊണ്ട് മുക്കിയെടുക്കണമെന്നില്ല. നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് തന്നെ അധികമായിട്ടുള്ള മാവൊക്കെ നമുക്ക് ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഒനിയൻ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ബ്രെഡ് വാങ്ങിയിട്ട്
പൊടിച്ചെടുത്താലും മതിയാവും. ഇങ്ങനെ ഫോർക്ക് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കണം. എല്ലാ ഉള്ളിയും നമ്മൾ ഇങ്ങനെ ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിനായി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം. എണ്ണ ലോ ഫ്ലെയിമിലും കുറച്ച് അധികം മീഡിയം ഫ്ലെയിമിലും കുറച്ച് താഴെയായിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ചൂട് ക്രമീകരിക്കാൻ. 2 മിനിറ്റ് നേരം അടുപ്പിൽ വെച്ചാൽ മതിയാകും. ഇങ്ങനെ നമ്മൾ എല്ലാ ഉള്ളിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയായ ഒരു പലഹാരമാണ്. നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയും ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.